ഹൻസിബക്ക് പല പുരുഷന്മാരുമായിട്ടും അവിഹിത ബന്ധങ്ങളുണ്ട്. മാത്രവുമല്ല അവൾ പലരെയും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാൻ നോക്കിക്കുന്ന ഒരു ജിഹാദിയും കൂടിയാണ്. ടിനി ടോം തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയിൽ നിന്നും ഹൻസിബ ഹസൻ രാജിവെച്ച് പോയ സംഭവം എല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഉച്ച തൊട്ട് മെയിൻസ്ട്രീം മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നല്ലോ. നമുക്ക് എന്തായാലും സംഭവത്തിന്റെ A to Z കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ അമ്മ സംഘടന എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ, സിനിമാക്കാരുടെ ഒരു ചാരിറ്റി സംഘടനയാണ് ഈ അമ്മ സംഘടന എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ അടുത്ത കാലത്ത് അമ്മ സംഘടനയിൽ ഉണ്ടായ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖന്മാരും അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറെ വനിതാ പ്രവർത്തകരെ പിടിച്ച് അമ്മയുടെ തലപ്പത്തിരുത്തി. എന്തോ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങളെ പിടിച്ച് തലപ്പത്തിരുത്തിയ സമയത്ത് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം കൊടുത്തത് ആർക്കാണ്? നമ്മുടെ ഷെയ്ദ മേനോനാണ്. അതുപോലെ തന്നെ ഹൻസിബ ഹസനും എന്തോ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം എങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണിത്. ഈ സംഘടനയെ കുറിച്ച് പറയാനാണെങ്കിൽ നിലവിൽ 502ഓളം മെമ്പർമാർ ഈ സംഘടനയിലുണ്ട്. അതിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇപ്പൊ നിലവിൽ സിനിമകളില്ല, വരുമാനങ്ങളില്ല. സോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് സംഘടന ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം. എന്തായാലും ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ഹൻസിബ ഹസൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ കഴിഞ്ഞ ജനുവരിയിൽ ഹൻസിബ ഹസന് അമ്മ സംഘടനയിലെ മറ്റൊരു ഭാരവാഹിയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ഭാരവാഹി എന്ത് ചെയ്തു? ഹൻസിബ ഹസനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഹൻസിബയെ സംബന്ധിച്ചിടത്തോളം അന്ന് ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ദൃശ്യം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കയറിയിട്ടുണ്ട് എന്നല്ലാണ്ട് റിയൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഹൻസിബ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അന്ന് പോലീസുകാർ തന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു എന്നാണ് ഹൻസിബ പറയുന്നത്. 3 മണിക്കൂറോളം അന്ന് ഹൻസിബക്ക് പോലീസ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അവസാനം മാപ്പ് എഴുതി കൊടുത്ത് ഹൻസിബക്ക് പോരേണ്ടി വന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചതിന് പിന്നാലെ അമ്മ സംഘടനയിൽ ഒരു പരാതിയുമായി അന്ന് ഹൻസിബ ഹസൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നേരമുള്ള അമ്മ സംഘടനയുടെ മറുപടി എന്താണെന്ന് അറിയോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് തീർക്കുക. അമ്മ സംഘടനയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് തലയിടാൻ താല്പര്യമില്ല പോലും. നിങ്ങൾ ആലോചിക്കണം, ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയാണോ സംഘടന മറുപടി പറയേണ്ടത്? നിങ്ങൾ എന്തോ ആയിക്കോ, ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഇതോടുകൂടി ഹൻസിബക്ക് മൊത്തത്തിൽ അമ്മ സംഘടന അങ്ങ് ചടിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനെക്കുറിച്ച് ഇന്നലെ ഹൻസിബ മാധ്യമങ്ങളോട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയോ പറയില്ലേ? നിങ്ങളതിന് ഉത്തരം പറ. അല്ല, നിങ്ങൾ പറയൂ. എന്താ നിങ്ങൾക്ക് ആർക്ക് ഉത്തരവില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പരാതി, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പരാതി കൊടുത്തു. അത് നിങ്ങൾ ഇവിടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അകത്തേയും പുറത്തേയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. ഇതാണ് ഹൻസിബ അന്നത്തെ സംഭവത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അമ്മ സംഘടന ഭാഗത്തുനിന്നുണ്ടായ വളരെ വലിയ ഫോൾട്ട് തന്നെയാണ്. സംഘടനാ ഭാരവാഹികൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം അത് സംഘടനക്കുള്ളിൽ വെച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. ആ ചർച്ച വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ചർച്ച നടത്താനുള്ള ഒരു ശ്രമമെങ്കിലും സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലും സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഹൻസിബ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് അമ്മ പ്രസിഡന്റ് ആയിട്ടുള്ള ഷേദ മേനോൻ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും പുള്ളിക്കാർക്ക് പറയാനുള്ള എന്താണെന്നുള്ള കേട്ടോക്കാം. ജനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലൈന്റ് പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിന്റെ കൂടെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. അത് ശരി, ചാരിറ്റി ഓർഗനൈസേഷൻ ആണെന്ന് കരുതി സംഘടനാ ഭാരവാഹികൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടരുതെന്നാണ് പറയപ്പെടുന്നത്. എനിക്കൊണ്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ സംഘടനയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഫസ്റ്റ് പ്ലേസിൽ പരിഹരിക്കപ്പെടേണ്ടത് സംഘടന ഉള്ളിൽ വെച്ച് തന്നെയാണ്. അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഹൻസിബ പറഞ്ഞു വരുന്നത്. ചർച്ച നടക്കുന്നത് പോട്ടെ, ആ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും സംഘടന തയ്യാറാവുന്നില്ല. അതിപ്പോ ശ്വേത മേനോൻ സമ്മതിക്കുകയും കൂടി ചെയ്തല്ലോ, നല്ല കാര്യം. ബാക്കി പറഞ്ഞാലും
ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻസ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻസോ? ഇതെങ്ങനെയാണ് വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻസ് ആവുന്നത്? നിങ്ങളുടെ സംഘടനയിലെ ഭാരവാഹികൾ തമ്മിലുണ്ടായ പ്രശ്നമാണിത്, അല്ലാതെ ഇത് വീട്ടിൽ നടക്കുന്ന പ്രശ്നമൊന്നുമല്ല. എന്താ ഇതിനൊക്കെ പറയല്ലേ? ബാക്കി പറഞ്ഞാലും നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. രണ്ടുപേരും EC മെമ്പർമാരാണ്. അപ്പൊ അവർ തമ്മിൽ തർക്കം അല്ലെങ്കിൽ ഒരു വിഷയം ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ. അതാണ് ശ്വേതാമേനയുടെ മറുപടി കേട്ടല്ലോ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ, അവർ പേഴ്സണൽ എന്നൊക്കെ. എത്ര ലാഘവത്തോടെയാണ് മറുപടി പറയുന്നത് നോക്കി, എത്ര ലേസിയോടെയാണ് മറുപടി പറയുന്നത് നോക്കി. പറഞ്ഞു വരുമ്പോ സംഘടനാ ഭാരവാഹികൾക്കിടയിൽ ഉണ്ടായ പ്രശ്നമാണ്, അതിനെ പോലും ഈ രീതിയിലാണ് ഈ സംഘടന അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും കൊള്ളാം, സംഘടനയുടെ പവർ എന്താണെന്നുള്ളത് ഇപ്പൊ പുറലോകം അറിഞ്ഞു കഴിഞ്ഞു. ഭാരവാഹികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു സംഘടനയാണോ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് സംഘടന തന്നെ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൻസിബ ഭയങ്കരമായിട്ട് സംഘടനയോട് ചടച്ച്. എന്നാലും ഹൻസിബ സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് കേട്ടോ. അങ്ങനെ പ്രവർത്തിച്ച് പോരുന്നതിന്റെ ഇടക്കാണ് ഈ ഹൻസിബ ഹസനെതിരെ ടിനി ടോം ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയത്. ഈ സംഘടനയ്ക്കുള്ളിൽ വെച്ച് തന്നെ നടത്തിയ അപവാദ പ്രചരണങ്ങളാണ്. എന്താണത്? ഹൻസിബ ഹസൻ തന്റെ ഡ്രൈവറെ മുസ്ലിം ആക്കാൻ നോക്കി, അവളൊരു ജിഹാദിയാണ്, മാത്രവുമല്ല അവൾക്ക് പല പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധങ്ങളുണ്ട് പോലും. ഇത് ടിനി ടോം സംഘടനയുള്ള പല ആളുകളോടും പറഞ്ഞു നടന്ന കാര്യങ്ങളാണ്. വഴി ഹൻസിബന്റെ ചെവിയിലും എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി സംഘടനയോട് ചടച്ചിരിക്കുകയായിരുന്നു ഹൻസിബ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആയതോടെ ഹൻസിബ എന്ത് ചെയ്തു? ഇനി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് സംഘടനയ്ക്ക് നേരെ രാജിക്കത്ത് അയച്ചു. തുടക്കത്തിൽ രാജിക്കത്ത് സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും പിന്നീട് സ്വീകരിച്ചു കേട്ടോ. എന്തായാലും അമ്മ സംഘടന ഹൻസിബയോട് കാരണം അന്വേഷിച്ച സമയത്ത് ഹൻസിബ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ, എനിക്ക് ചില പേഴ്സണൽ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കുന്നു എന്നുള്ളതാണ്. സംഭവം എന്താണെന്നുള്ളത് അഡ്രസ് ചെയ്യാൻ ഹൻസിബക്ക് താല്പര്യമില്ലായിരുന്നു. മുമ്പ് ഒരു തവണ അഡ്രസ് ചെയ്യാൻ നോക്കിയിട്ട് അവർ നല്ല രീതിയിൽ മറുപടി ഒന്നും നൽകിയിട്ടില്ലല്ലോ, ഒഴിവാക്കി വിടുകയല്ലായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇത്തവണ കാര്യം എന്താണെന്ന് പറയണമെന്ന് ഹൻസിബ തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനം എടുത്തുകൊണ്ട് ഹൻസിബ എന്താക്കി അങ്ങ് രാജി വെച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ആ രാജിക്ക് പിന്നാലെ ഹൻസിബ എന്ത് ചെയ്തെന്ന് അറിയോ? മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മീഡിയ വണ്ണ് പുറത്തു വിടുകയും ചെയ്തു. അതോടെയാണ് പ്രശ്നം പുറലോകം അറിയാൻ തുടങ്ങിയത്. നമുക്ക് എന്തായാലും മീഡിയ വണ്ണ് പുറത്തുവിട്ട ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം. അമ്മയിൽ നിന്ന് രാജിവെച്ചതിന്റെ പ്രധാന കാരണം ടിനി ടോമേട്ടൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ഗ്യാങ് ഉണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഞാൻ കമ്മിറ്റിയിൽ പല കാര്യങ്ങളും വരുമല്ലോ, അപ്പോ യോജിച്ചു പോകേണ്ട തീരുമാനമാണെങ്കിൽ ഞാൻ യെസ് പറയാറുണ്ട്. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഞാൻ അത് തെറ്റാണ് ചെയ്യരുതെന്നും പറയാറുണ്ട്. അപ്പോ അതിന്റെയൊക്കെ പേരിൽ ഒരാളോട് വ്യക്തിവൈരാഗ്യം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. വ്യക്തിവൈരാഗ്യം മൂലം ഞാൻ അറിയാതെ തന്നെ പല മെമ്പേഴ്സിന്റെ ഇടയിലും എനിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ കഥകൾ പ്രചരിപ്പിക്കുക, അതിനൊക്കെ അപ്പുറം ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും അതും കൂടെ കേട്ടപ്പോ നീ വയ്യാണ്ടായി, ഇനി അവിടെ നിൽക്കേണ്ടെന്ന് തോന്നി. അതാണ് രാജിവെച്ചത്. അപ്പൊ ഞാനന്ന് രാജിവെച്ച സമയത്ത് ഇതാണ് റീസൺ എന്ന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിന്റെ ട്രോമയിലായിരുന്നു. പിന്നെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിനെ കൊണ്ട് ഒരു വ്യാജ പരാതി എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഒരു 3 മണിക്കൂറോളം ആ പോലീസ് സ്റ്റേഷനിൽ ഹറാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിപ്പിച്ചു. അത് വലിയ ട്രോമയായിരുന്നു എനിക്ക്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നത്. ഇത്ര എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, ഇനി അവിടെ നിൽക്കാൻ പാടില്ല. എനിക്കിത് എല്ലായിടത്തും പറയാനും പറ്റുന്നില്ല. പരാതിയല്ല, അമ്മയിൽ ഒഫീഷ്യലായിട്ട് ഞാൻ റെസിഗ്നേഷൻ ഫെബ്രുവരി 21 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസൺ ഞാൻ ഇത് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ ജോലി തിരക്ക് കാരണം രാജിവെക്കുന്നു എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് യഥാർത്ഥ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ജനറൽ സെക്രട്ടറി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊരു നോട്ട് ഇട്ട് തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ടോളറേറ്റ് ചെയ്യാൻ വയ്യ ചേച്ചി, ഞാൻ പല അഭിപ്രായങ്ങളും കമ്മിറ്റിയിൽ ഇരുന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും എന്നെ ടോർച്ചർ ചെയ്തത്. അപ്പൊ ഇനിയും ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. എനിക്ക് അതിനുള്ള സമയമില്ല. ഓക്കെ, ഇതാണ് ഹൻസിബ ഹസന് പുറത്തു വന്ന വോയിസ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും സംഭവം വൻ ചർച്ച ആയതോടെ ടിനി ടോം എന്താക്കി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇന്നലെ എന്തോ അമ്മ സംഘടനയുടെ നേതൃ ക്യാമ്പ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ടിനി ടോമും ഉണ്ടായിരുന്നു. ആ നേതൃ ക്യാമ്പിനിടയിൽ വെച്ചിട്ടാണ് ടിനി ടോമും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടിനി ടോമിന് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ല. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ. അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ആര്? ഹൻസിബ ഹസൻ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന? ആ ഒറ്റത്തേടായിട്ടുള്ള പെണ്ണ് നിങ്ങൾക്കെതിരെ എന്ത് ഗൂഢാലോചന നടത്താനാണ് ടിനി ടോമെ? എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറയല്ലേ, ബാക്കി പറഞ്ഞാലും. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ.
നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ അല്ലാതെ പേഴ്സണലി വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എന്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എന്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവര് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോ കാശ് കൊടുത്തോണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്. നല്ല ആളാണ് വിളിച്ചു വരുത്തിയേക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എങ്ങനെ റീച്ചും ഫെയിം ഉണ്ടാക്കിയെടുക്കാന്ന് ചിന്തിച്ച് നടക്കുന്ന ആളാണ്. എന്തായാലും ടിനി ടോമിന് പറ്റിയ കൂട്ട് തന്നെ. എന്തായാലും പ്രിയങ്ക ചേച്ചി പറഞ്ഞാട്ടെ. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നുള്ള അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അമ്മയിൽ നടന്ന പ്രശ്നങ്ങൾ അമ്മയിൽ തീർക്കാൻ വേണ്ടിയിട്ട് അൻസിബ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന് മറുപടി എന്തായിരുന്നു? ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ്. അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അൻസിബ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കണോ? നിങ്ങൾ തന്നെ പറ. എന്തെങ്കിലും അങ്ങോട്ട് പറയില്ലേ? കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കും പ്രിയങ്ക ചേച്ചി. ബാക്കി പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എന്റെ ഒരു സഹപ്രവർത്തനാണ്, എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ സഹപ്രവർത്തനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബയല്ല ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷനിൽ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്തയെ ശ്രദ്ധപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാൻ ഞങ്ങളൊക്കെ ചാനലിൽ തിരിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാർ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഒരു നടപടി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ഇപ്പൊ അങ്ങനെയായോ? ആദ്യം പറഞ്ഞ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനോട് സംസാരിക്കണം, ശ്വേതാ മേനോനെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം മാത്രമേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പൊ അന്നേരം മാധ്യമങ്ങൾ തിരിച്ചു പറഞ്ഞ എന്താണ്? ശ്വേതാ മേനോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നേരം പ്രിയങ്ക ചേച്ചിന്റെ മറുപടി, പെടുത്തിയിരുന്നോ, എന്നാ പിന്നെ ഞങ്ങളോടും കൂടി ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്നൊക്കെ. ചേച്ചി അങ്ങോട്ട് ഉരുണ്ട് കളിക്കുന്നല്ലേ. ബാക്കി പറഞ്ഞായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ശരി പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ, ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്തയിലാണ്. ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയാൻ വേറെങ്കിലും പിന്നെ മിണ്ടാതെ മാറിയില്ലേ, അല്ലാണ്ട് വന്നിരുന്ന് കഥാപ്രസംഗം നടത്തല്ല വേണ്ടത്. എവിടെ മൈക്കുണ്ടായാലും തുടങ്ങിക്കോളും കഥാപ്രസംഗം നടത്താൻ. അത് അങ്ങനെ ഒരു പെണ്ണിഷ്ട. എന്തായാലും പ്രിയങ്ക ചേച്ചി നല്ലോണം ടിനി ടോമിനെ വിളിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലേ, പക്ഷെ ഏറ്റില്ല എന്നുള്ളതാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ എന്താണ് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടോ? കാരണം അത്ര അടുപ്പമുള്ള ആൾ കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും അത്ര അൻസിബയോ നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. പ്ലാൻ മൂവാണ്. യെസ്, 100%. ജനറൽ തകർക്കാനുള്ള ഒരു മൂവാണെന്ന് തോന്നുന്നു. ഇല്ല പുറത്തുനിന്നുള്ള കളികളോ ആരെങ്കിലും. അപ്പൊ നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ ഇതൊരു പ്ലാന്റ് മൂവ് ആണെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ടിനി ടോമും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലെ. ഇതിപ്പോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ശ്വേതാ മേനോനും ടിനി ടോമും അമ്മ സംഘടന മൊത്തം അൻസിബയ്ക്കെതിരെ നിൽക്കുന്ന പോലെയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അൻസിബയ്ക്കെതിരെയുള്ള ഒരു പ്ലാന്റ് മൂവ് ആയിട്ടല്ലേ ഇതിനെ കണ്ടത്. എന്തായാലും മൊത്തത്തിൽ എല്ലാം കണ്ട് മനസ്സിലാക്കിയെടുത്തോളം അൻസിബിന്റെ ഭാഗത്താണ് കുറെയൊക്കെ ന്യായം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ അമ്മ സംഘടനയെ കുറിച്ച് മൊത്തത്തിൽ പറയാനാണെങ്കിൽ പണ്ട് അടിപൊളിയായിട്ട് പ്രവർത്തിച്ചു വന്നൊരു സംഘടനയായിരുന്നത്. അമ്മ സംഘടനയുടെ പ്രതാപകാലം ഒന്നും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ദിലീപൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഇത് വേറെ ലെവലായിരുന്നു. അതിനുശേഷമാണല്ലോ നടി ആക്രമിക്കപ്പെട്ട കേസൊക്കെ വന്നത്. അന്ന് നടിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അമ്മ എടുത്തിരുന്നത്. അതോടെ അമ്മയുടെ അധപ്പതനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷം ഈ സംഘടന ക്ലച്ച് പിടിച്ചിട്ടില്ല. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. പല പ്രമുഖന്മാർക്കും സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരേണ്ടി വന്നു. അതിനുശേഷം പല പെണ്ണുങ്ങളെയും പിടിച്ച് തലപ്പത്തിരുത്തി. എന്നിട്ടും പ്രത്യേകിച്ച് ഈ സംഘടന ക്ലച്ച് പിടിച്ചില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഘടനയിൽ ഉണ്ടായത്? മറ്റേ ലക്ഷ്മിപ്രിയയും നീന കുറുപ്പിനെ തെറി വിളിച്ച സംഭവം, അതിനുശേഷം ഉണ്ണി ശിവപാൽ ഈ പറയുന്ന അമ്മ സംഘടനയിലെ ഒരു സ്റ്റാഫിനോട് മോശമായി പെരുമാറിയ സംഭവം, ഇപ്പൊ അത് അൻസിബ അസലിന്റെ പ്രശ്നം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസത്തിനടുക്ക് അമ്മ സംഘടനയിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെയാണ് മക്കളെ ഉർവശി ശാപം എന്ന് വിളിക്കേണ്ടത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.